അതായത് സർക്കാരും സിപിഎമ്മും നവീൻ ബാബുവിൻ്റെ കേസിൽ ഇരകളോടൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഇന്നലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയം. അതിൽ പറയുന്നത് എന്താണ്? അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ്. ആ SIT രൂപീകരിച്ചത് പോലും ഒരു ഓർഡർ പോലുമില്ല, ഒരു ഉത്തരവ് പോലുമില്ല, വാക്കാലാണ്. അവരാരെയാണ് ചോദ്യം ചെയ്തത്? അവർ ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായി ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പോലീസ് ചെയ്യുന്നത്. ഇദ്ദേഹം കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ചൊരു അന്വേഷണമില്ല, അവരെ ചോദ്യം ചെയ്യുന്നില്ല. കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെക്കുറിച്ച് അയാളെ ഒരു അന്വേഷണമില്ല, അയാളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമില്ല, അയാൾക്കെതിരായി യാതൊരുവിധ നടപടിയില്ല. മാത്രമല്ല, പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് CPMൻ്റെ ഇരട്ടത്താപ്പ് കാണിച്ചു. വ്യക്തിയല്ല, പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത്. പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ്. അപ്പോൾ അവർ ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നു. ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയത്. ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അകത്ത് ഞെട്ടിക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു. കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ CBI അന്വേഷണത്തിന് സമ്മതിക്കുന്നത് ശരിയാണ്. ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്രയും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു മരണമുണ്ടായിട്ട് കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോഴും ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെൻറ്റും പോലീസും ശ്രമിക്കുന്നത്? ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി, പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഇതിനകത്ത് വലിയ ദുരൂഹതകളുണ്ട്. ഈ പ്രോപ്പർട്ടി ആരുടേതാണ്? ഈ പമ്പ് ആരുടേതാണ്? കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി, സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല, പ്രശാന്തനില്ല. പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? അത് ചോദ്യം. ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം. അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഏർപ്പാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും. ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. നിവർത്തികേടുകൊണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും ദിവ്യയെ സാന്ത്വനിപ്പിക്കാൻ, ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ പോയത്. അപ്പോൾ ദിവ്യക്ക് കുറേ രഹസ്യങ്ങൾ അറിയാം ഇത് സംബന്ധിച്ച്. അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക്. CPM എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് സംഭവിക്കുന്നത്. PP ദിവ്യ മാത്രമാണോ, അല്ലെങ്കിൽ PP ദിവ്യ ഇതിലൊരു ബലിയാടാക്കി മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും? അതൊരു അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. PP ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട്. PP ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ക്യാമറയും കൊണ്ട് വന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാണ്. അതെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷിക്കും. ആർക്ക് വേണ്ടിയായിരുന്നു? ദിവ്യയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു? അല്ലെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക്, CPM നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു? ഇപ്പോഴും ദിവ്യയെ പ്രീതിപ്പെടുത്താൻ, ദിവ്യയെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് സംശയം വരുന്ന രീതിയിലാണ് CPM നേതാക്കൾ സംസാരിക്കുന്നത്. ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട്. CBI അന്വേഷിക്കട്ടെ, CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ച് മതിയാവുമെന്നാണ് ഞങ്ങളുടെ നിലപാട്.